ഹലോ ഹലോ ഹലോ. ഇന്നൊരു അവക്കാഡോ ഷേക്കാണേ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ അവക്കാഡോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും വാങ്ങിക്കും. വാങ്ങിക്കുകയല്ല, അതിൻ്റെ സീഡിനെ മുളപ്പിക്കുകയും ചെയ്യാം കേട്ടോ. കാരണം സീഡുണ്ടായി അതൊന്ന് പറിക്കാലോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ചെയ്യണത്. പക്ഷേ നമുക്ക് നമ്മുടെ ഇവിടെ ഈ ക്ലൈമറ്റിൽ പറ്റില്ല എന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ എന്നാലും ഞാൻ മുളപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ ഇങ്ങനെ വെള്ളത്തിൽ മുളപ്പിച്ച് അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിലോ 100 രൂപയേ ഉള്ളൂ. എനിക്ക് വണ്ടി മൊത്തത്തിൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. പിന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. ആദ്യം പഴുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളൊരു ബ്രൗൺ പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു പഴവും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഴുത്ത് കിട്ടും. അങ്ങനെ ഒരെണ്ണം പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ പഴുക്കും എന്ന് വിചാരിക്കണം. ഇത് മറ്റേ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് വരണതെന്ന് വെച്ചപ്പോൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് അവക്കാഡോ കഴിക്കുന്നത്. അന്ന് തൊട്ട് ഞാൻ ഇതിൻ്റെ ഫാനായിക്കാണ്. അന്ന് മമ്മിയുടെ ബ്രദറ് മാമ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അന്ന് തൊട്ട് അതോ എനിക്ക് പിന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ ചോദിക്കുന്നത് അവക്കാഡോ ഉണ്ടോ എന്നാണ്. ബട്ടർ ഫ്രൂട്ട് എന്നാണ് കേട്ടോ ആ ടൈമിൽ പറഞ്ഞിരുന്നത്. ബട്ടർ ഫ്രൂട്ട്. എന്നിട്ട് നമ്മൾ ആ ടൈമിൽ ഇതിനെ സീഡിനെ മുളപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയൊരു പ്ലാന്റ്, ഒരു ട്രീ മാതിരി ആയി വന്നപ്പോൾ പപ്പ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഉണ്ടാവണില്ല, വെറുതെ സ്ഥലം മുടക്കിയാണെന്ന് പറഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. അതിനുശേഷം ഞാൻ കഴിക്കണ എല്ലാ അവക്കാഡോ പിന്നെ ഞാൻ മുളപ്പിക്കും, നടയൊക്കെ ചെയ്യും. വീട്ടുകാർ അതിനെ വെട്ടിക്കളയും, അത് വേറെ കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളപ്പിക്കുക എന്നുള്ളത്. ഇനി ഈ പ്രാവശ്യം തൊട്ട് മുളപ്പിക്കണില്ല, ഈ സീഡ് വെച്ചിട്ട് ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ഓക്കെ. അങ്ങനെ ഇത് നല്ല പഴുത്താണ് കേട്ടോ. നല്ല ഇതുണ്ട്, കയ്പൊന്നുമില്ല. ചിലതിങ്ങനെ ഒരുപാട് ഇങ്ങനെ മറ്റേ തൊലിയോടുകൂടി എടുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്നൊക്കെ പറയും. പക്ഷേ ഇത് അതൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ബ്രെഡിൻ്റെ ഒപ്പം തേച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. കുറച്ച് പെപ്പർ പൗഡറും സോൾട്ടും കൂടി ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ജ്യൂസാണ് എൻ്റെ മെയിൻ. ഷുഗർ ആഡ് ചെയ്തില്ല കേട്ടോ. ഷുഗർ ആഡ് ചെയ്താൽ പിന്നെയും അൺഹെൽത്തി ആവുമല്ലേ പറഞ്ഞിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇതിന് ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, സ്വീറ്റല്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. കയ്പില്ല. കയ്പുണ്ടെങ്കിൽ അവൾ ഷുഗർ ആഡ് ചെയ്യേണ്ടുള്ളൂ. നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറച്ചുണ്ടായുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പശുപാൽ തിളപ്പിച്ചാറി തണുത്തത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരാൾ കുടിക്കാനുള്ള ഷേക്കാണ് കേട്ടോ ഉള്ളൂ. നല്ല ക്രീമാണ് കേട്ടോ, നല്ല ബട്ടർ. ഞാൻ മോനിത് വെറുതെ ബട്ടർ ബ്രെഡിൽ തേച്ച് കൊടുക്കും, ഞാൻ ഷേക്ക് കുടിക്കും. ചുമയുണ്ടാവും, എന്നിട്ട് ഞാൻ ഇത് വിട്ടിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറയാം. എനിക്ക് അവക്കാഡോ വാങ്ങിച്ച് തരുമോ എന്ന് പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ കഷ്ടിച്ച് ഒരു ഗ്ലാസ്. ഇത് നങ്കുമ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ. അതാണ് മെയിൻ എനിക്കിഷ്ടമാവാനുള്ള കാരണവും. അപ്പോൾ ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് അടിക്കുക, ഷുഗർ ആവശ്യമുള്ളത് ഷുഗർ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബൈ.